പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാസ് പ്ലസ് പ്ലസ് 1 ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 ഒരു ഫിജിയൻ ലെജൻഡ്, ഒരു ഇതിഹാസ കഥയായിട്ടുള്ള ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്നുള്ളതാണ്. ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു സ്പീക്സ് അബൌട്ട് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലൻഡ്. ഫിജി എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഫിജി. അവിടെ നടക്കുന്ന ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരത്തെക്കുറിച്ചാണ് ഈ ലെജൻഡിൽ പറയുന്നത്. ദ റിച്വൽ ഈസ് കണക്റ്റഡ് ടു എ സ്റ്റോറി ഫ്രം എ വില്ലേജ് ഇൻ കണ്ടാവു. ഫിജി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലെ രാജ്യത്തെ ഒരു ഐലൻഡാണ് കണ്ടാവു എന്നുള്ളത്. അതിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവമാണിത്. ദർ ദ വിമൻ ചാൻറ്റ് ടു കാൾ ടേർട്ടിൽസ്. അവിടെ സ്ത്രീകൾ എല്ലാവരും കൂടി തീരത്ത് വന്ന് കടൽ ആമകളെ ചാൻറ്റ് ചെയ്ത് ഒരു പ്രത്യേക മന്ത്രം ജപിച്ച് കടലിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് വരുത്തും. ലോങ് എഗോ, ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. വളരെ പണ്ട് കാലത്ത് ഇൻ ദ ലവ്ലി വില്ലേജ് ഓഫ് നമോന എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ലിവ്ഡ് എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ടിനൈക്കബോഗ എന്ന് പറയുന്ന ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. ഷി വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ്. അവിടുത്തെ ആ ഗ്രാമത്തിലെ മുഖ്യൻ്റെ ഭാര്യയായിരുന്നു. ദി ചീഫ് ആൻഡ് ഹിസ് വൈഫ് ഹാഡ് എ ഡോട്ടർ. അവർക്കൊരു മോളുണ്ടായിരുന്നു. മകളുടെ പേരാണ് റൊഡാലിസ്. റൊഡാലിസ് ഓഫൻ വെൻ ഫോർ ഫിഷിംഗ് വിത്ത് ഹെർ മദർ. മിക്കവാറും അമ്മയുടെ കൂടെ ഫിഷിങ്ങിന് റൊഡാലിസും പോകാറുണ്ടായിരുന്നു. വൺ ഡേ വൈൽ ദേ വെയർ സോ എൻഗ്രോസ്ഡ് ഇൻ ഫിഷിംഗ്, ഒരു നാൾ അവരെല്ലാവരും ഫിഷിങ്ങിൽ വല്ലാതെ മുഴുകിയിരിക്കുന്ന സമയത്ത് ദേ ഡിഡ്ന്റ് നോട്ടീസ് ദ സ്റ്റെൽത്തി അപ്രോച്ച്. ഇങ്ങി അവരുടെ അടുത്തേക്ക് വരുന്ന ഒരു കൂട്ടരെ ഓഫ് ദ ഫിഷർമെൻ ഓഫ് നെബുക്കലേവ്. തൊട്ടടുത്ത ഗ്രാമമാണ് നെബുക്കലേവ്. അവിടെ നിന്നുള്ള ഫിഷർമെൻ ഇവരെ ഒളിഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുന്നവർ ശ്രദ്ധിച്ചില്ല. ദ ഫിഷർമെൻ കെയിം ക്ലോസ്. അവർ ഇവരുടെ അടുത്ത് വന്നു. സീസ് ദ ടു വിമൻ, രണ്ടുപേരെയും പിടികൂടി. ദേ ബൗണ്ട് ദ വിമൻ, രണ്ട് സ്ത്രീകളെയും കൂട്ടിക്കെട്ടി. ആൻഡ് ടോസ്ഡ് ദം ഇൻ ടു ദ കാനു ആൻഡ് സെറ്റ് ഓഫ്. അവരൊരു കൺട്രി ബോട്ടിലാണ് വന്നിരുന്നത്. ഒരു ചെറിയ പ്രാദേശികമായിട്ട് നമ്മളൊക്കെ പുഴകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ബോട്ട്, നീളത്തിലുള്ള, അതിലാണ് വന്നിരുന്നത്. അതിലേക്ക് വലിച്ചിട്ടു. ദ ടു വിമൻ ക്രൈഡ് അലൗഡ് ടു മേക്ക് ദം ഫ്രീ. അവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി അവർ ഉച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു. ബട്ട് ദ ഫിഷർമെൻ വെർ സോ ക്രൂവൽ ദാറ്റ് ദേ ലാഫ്ഡ് അറ്റ് ദം. വളരെ ക്രൂരന്മാരായിട്ടുള്ള ആ മത്സ്യ തൊഴിലാളികളെ ഇവരെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ബട്ട് ദ ഗോഡ്സ് വെർ നോട്ട് പ്ലീസ്ഡ്. ഇത് കണ്ട ദൈവത്തിന് ഇതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. വിത്ത് ദ ഫിഷർമെൻസ് ക്രൂവൽറ്റി, മത്സ്യത്തൊഴിലാളികളുടെ ഈ ക്രൂരത കണ്ടിട്ട്. സഡൻലി ദേ സെൻഡ് എ ഹ്യൂജ് സ്റ്റോം ആൻഡ് ടോസ്ഡ് ദ കാനു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് അവനടിച്ച് വീശി. അവിടെ ദൈവം കൊടുങ്കാറ്റ് വീശാൻ കാരണമുണ്ടാക്കി. ആൻഡ് ടോസ്ഡ് ദ കാനു. ആ കാനു ആകെ തകിടമറിഞ്ഞു. ബൈ നൗ ദേ ഡിഡ് നോട്ട് നോട്ടീസ് വാട്ട് വാസ് ഹാപ്പനിങ് ടു ദ ടു വിമൻ. ഈ സമയം ആ രണ്ട് സ്ത്രീകൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ശ്രദ്ധപ്പെട്ടത്. എന്ത്? ലേറ്റർ ദേ സോ ദാറ്റ് ദോസ് ടു വിമൻ വെയർ ടേൺഡ് ഇൻ ടു ടു ജയന്റ് സീ ടേർട്ടിൽസ്. വളരെ ഭീമാകാരമായ രണ്ട് കടൽ ആമകളായി ഈ രണ്ട് സ്ത്രീകൾ മാറിയിരിക്കുന്നു. ദെൻ ദ സീ ബിക്കെയിം കാം. അവർ കടലാമകളായി കടലിൽ നീന്തുന്നു. ആ സമയം കടലാകെ ശാന്തമായി മാറി. ദ ഫിഷർമെൻ റാൻ ഫോർ ദെയർ ലൈഫ്. ഇത് കണ്ട് ആകെ പേടിച്ച ഫിഷർമെൻ അവരെ ജീവനും കൊണ്ടോടി. ദ ഫിജിയൻ സ്റ്റിൽ ബിലീവ് ദാറ്റ് ടിനൈക്കബോഗ ആൻഡ് റൊഡാലിസ് ലിവ് ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ദാറ്റ് ബേ. അവിടെയുള്ള ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ടിനൈക്കബോഗയും റൊഡാലിസും ആ കടലിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ടുഡേ ദ വിമൻ ഫ്രം നമോന വില്ലേജ് ആർ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. ഇപ്പോഴും ഒരു പ്രത്യേക ദിവസം നമോന വില്ലേജിലെ വിവാഹം കഴിക്കാത്ത സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് മോർണിംഗ് ഡ്രസ്സിൽ വരും. എന്ന് പറഞ്ഞാൽ ദുഃഖാർത്തരായിട്ടുള്ള സമയത്ത് ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ധരിച്ച് വരും. എന്നിട്ടോ ടു ചാൻറ്റ് ദ സോങ് ഫോർ ദെയർ ബിലവഡ് ടേർട്ടിൽസ്. അവരുടെ പ്രിയപ്പെട്ട ആ ടേർട്ടിൽസിന് വേണ്ടിയിട്ട് നൈക്കോബോക്കും റൊഡാലിസിനെയും ഒരു പ്രത്യേക മന്ത്രം ജപിച്ച് പാടി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവർ വിശ്വസിക്കുന്നവർ ഈ പാട്ട് പാടിയാൽ ഈ ടേർട്ടിൽസ് കടലിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് വരും എന്ന്. ദേ തിങ്ക് ദാറ്റ് ദ ജയന്റ് ടേർട്ടിൽസ് വുഡ് റൈസ് ടു ദ സർഫസ് ഓഫ് ദ ബ്രൈറ്റ് ബ്ലൂ വാട്ടേഴ്സ്. ആ ബ്രൈറ്റ് ബ്ലൂ വാട്ടേഴ്സിൻ്റെ മുകളിലോട്ട് ഈ ജയന്റ് ടേർട്ടിൽസ് ആയി മാറിയ നമോന വില്ലേജിലെ ടിനൈക്കബോഗയും റൊഡാലിസും വരും എന്നവർ ഇപ്പോഴും വിശ്വസിക്കുന്നു.